ചോദിച്ചോ അവരിപ്പോ വിളിക്കും, അവര് വന്നിട്ട് നമുക്ക് കേട്ടാം. അതായിരിക്കും നല്ലത്. ഫയർഫോഴ്സേ അതുവരെ ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല. വിളിച്ചോ ആ റോപ്പ് അപ്പുറത്തോട്ട് ഈ കയറ് ഇരിക്കല് ഒരു സൈഡിൽ പിടിക്കണം കേട്ടോ. ആ കയറ് ഒരെണ്ണത്തെ പിടിച്ചു അങ്ങോട്ട് എടുക്കണ്ട. കോട്ടയം കുറവിലങ്ങാട് കാൽ വഴുതി കിണറ്റിലേക്ക് പോയ ജോഷി എന്ന് പറയുന്ന യുവാവ്, അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങി ചാടിയ ബോണി എന്ന് പറയുന്ന ആൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? സത്യത്തിൽ സംഭവിച്ചാൽ രാവിലെ ഒരു 10:30-11 മണിയായി കാണും സമയം. അപ്പം നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിലോട്ടൊരു കോൾ വന്നു, ഫയർഫോഴ്സിനെ ഒന്ന് വിളിക്കാവോ, താഴെ ഒരു കിണറ്റി ഒരാൾ വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മളെ വിളിച്ച മധു എന്ന് പറഞ്ഞൊരു ചേട്ടനെ വിളിച്ചത്. ചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് അടുത്തല്ലേ ഓടിച്ചെന്ന് നോക്കാം, അതിനുശേഷം ഫയർഫോഴ്സിനെ വിളിക്കാം, കാരണം ഇപ്പോഴത്തുള്ള സാഹചര്യങ്ങളനുസരിച്ച് എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു കയറിൽ പിടിച്ച് കിടക്കുന്നുണ്ട്. കയറിൽ പിടിച്ച് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം അപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പം ആളൊരു കുഴഞ്ഞായിരുന്നു. ഒരു വീണിട്ടൊരു 10-15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ 101-ൽ ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ പാലായിക്കാണ് കണക്ട് ആയത്. കണക്ട് ആക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കടുത്തുരുത്തിലോട്ട് ഞങ്ങളിപ്പോൾ തന്നെ കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ നിങ്ങൾ കണക്ട് ചെയ്തോളൂ, ഞാൻ ചാടുവാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മളൊരു കയറിട്ട് പിടിച്ചിറങ്ങാൻ നോക്കിയിട്ട് വെട്ടാൻ വന്നപ്പോൾ ചാടുമായിരുന്നു, നേരെ വെള്ളത്തിലോട്ട് ചാടി. അപ്പോൾ തന്നെ നമ്മൾ പുള്ളി പിടിച്ചിരുന്നൊരു കയറുണ്ട്, അതിട്ട് പുള്ളിനെ ചാടി വഴിക്ക് തന്നെ കെട്ടി. അതിന് പിന്നെ അടുത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഒരു ഗോണി കെട്ടി ഇറക്കി തന്നു. പിന്നെ ഗോണിയെ ചവിട്ടി പിടിച്ച് എൻ്റെ മടിയിൽ പുള്ളീനെ ഞാൻ കിടത്തുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് എടുത്തില്ല. അതിന് നേരത്തെ തന്നെ ഫയർഫോഴ്സ് സംഘം അവരെ ഒരു 10-12ഓളം പേര് വന്ന് പിന്നെ നമ്മൾ കൊട്ടക്കകത്താക്കി ആളെ മേളിൽ കയറ്റി. എത്ര സമയം ഉണ്ടായിരുന്നു ഇതിനകത്ത്? ഞങ്ങളൊരു 15-20 മിനിറ്റോളം ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, കിണറിനകത്ത്. ഇതിനു മുമ്പില്ല, ഫസ്റ്റ് ടൈമാണ് കിണറ്റി ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ സാഹചര്യം പെട്ടെന്ന് അങ്ങനെ വന്നപ്പം അതാ തോന്നിയേ, നേരത്തിനങ്ങ് ഇറങ്ങി. ജോഷിയാണ് നേരെ പുള്ളിക്ക് വെള്ളത്തിൽ കിടന്നപ്പോൾ പുള്ളിക്ക് ഒരു ശ്വാസം മുട്ടലും വീസിങ്ങും ഒരു പാനിക്കായിരുന്നു. പിന്നെ ഞാൻ പറയാം എൻ്റെ മടിയിലാണ് കിടക്കുന്നത്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനെ പിന്നെ വേറെ അങ്ങനെ ഇപ്പം നിലവിലിപ്പോൾ പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2 ദിവസം അവിടെ അഡ്മിറ്റായിട്ട് പോന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ദേഹവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. മറ്റൊന്നും നോക്കാതെയാണ് ബോണി കിണറ്റിലേക്ക് എടുത്ത് ചാടിയത്. അത് ജോഷിയെ സംബന്ധിച്ചും ജോഷിയുടെ ജീവനെ സംബന്ധിച്ചും ഒക്കെ തന്നെ വളരെ മികച്ചതായി എന്ന് തന്നെ പറയേണ്ടി വരും. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്.